ഗഗനം ഗഗനും പ്രിയയും സ്വഭാവത്തിന്റെ കാര്യത്തിലും പഠനത്തിന്റെ കാര്യത്തിലും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അധ്യാപകരുടെയും അഭിമാനമാണ്. പ്രിയ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ പിന്നിട്ട ക്ലാസ്സുകളിൽ എല്ലാം ഒന്നാം റാങ്കോട് കൂടി ജയിച്ചു വന്നവരാണ് പ്രിയയും ജഗനും. പ്രിയ പഠനത്തിൽ മാത്രമല്ല, സംഗീതത്തിലും നൃത്തത്തിലും ഏറെ മുൻപിലാണ് പ്രിയ. വാരിക്കൂട്ടിയ സമ്മാനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. +2 പഠിക്കുന്ന കുട്ടിയാണെങ്കിലും സ്കൂൾ ബസ്സിലാണ് പോകുന്നതും വരുന്നതും. ബസ് സർവീസ് എല്ലാം ഉള്ള വളരെ വലിയ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള സ്കൂളിലാണ് അവൾ പഠിക്കുന്നത്. പ്രിയ ബസ്സിൽ കയറിയാൽ അതിനുശേഷം ബസ് എത്തുന്നത് ഒരു ജംഗ്ഷനിലാണ്. അവിടെ കുറച്ചു നേരം നിർത്തും. അവിടെ നിന്ന് കുറെ കുട്ടികൾ കയറാനുള്ളത് കൊണ്ട് തന്നെ ആ ജംഗ്ഷനിൽ ബസ് കുറച്ച് അധിക സമയം നിർത്തിയിടും. സ്ഥിരം ഒരേ ബസ് സമയം ഒരേ സമയത്ത് എത്തുന്നത് കൊണ്ടും ഒരേ സ്റ്റോപ്പിൽ നിൽക്കുന്നത് കൊണ്ടും നാട്ടുകാരായതുകൊണ്ടും അവിടെയുള്ള ആളുകളുമായി ഈ ബസ് നിർത്തിയിടുന്ന സമയത്ത് ഈ ബസ്സിലുള്ള കുട്ടികളും സ്ഥിരം യാത്രക്കാരും തമ്മിൽ സ്ഥിരമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. അവർ പരിചയക്കാരാണ്. ബസ് സ്റ്റോപ്പിൽ അതേ സമയത്ത് ഇതേ നേരത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ എല്ലാവരുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേഷനിലും ബന്ധത്തിലും ഏർപ്പെട്ടു വരുന്നതാണ്. ഈ ബസ് സ്റ്റോപ്പില് നമ്മുടെ സ്ഥിരം യാത്രക്കാരിൽ ഒരാളാണ് സുനിൽ എന്ന ചെറുപ്പക്കാരൻ. ഈ പ്രിയയും സുനിലും തമ്മിൽ സംസാരം തുടങ്ങുകയാണ്. അവര് പരിചിതരാകുന്നു, വിശേഷങ്ങൾ പങ്കുവെക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും പഠന കാര്യങ്ങളും എല്ലാം ചോദിച്ച് അവർ അങ്ങനെ ആ ബന്ധം എന്നും കാണുന്നത് കൊണ്ട് ആ ബന്ധം പതുക്കെ 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 മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം ചോദിച്ചു, എന്താണ് ഇന്ന് ഫുഡിന് സ്പെഷ്യൽ? അപ്പൊ പറഞ്ഞു, ഓംലെറ്റ് ഉണ്ടോ? അപ്പൊ പ്രിയ പറഞ്ഞു, ഇല്ല, ഓംലെറ്റ് ഇല്ല. എന്തേ, ഓംലെറ്റ് കൊണ്ടുപോവാറില്ലേ? അത് ഓംലെറ്റ് ഇഷ്ടമല്ലേ? അപ്പോഴാണ് പ്രിയ ആ കാര്യം പറഞ്ഞത്. പ്രിയയുടെ വീട്ടിൽ പ്രിയയുടെ അമ്മയ്ക്ക് ഓംലെറ്റ് ഇഷ്ടമല്ല. വേറെ ഒന്നുമല്ല, മുട്ടയുടെ മണം അവർക്ക് കേട്ട് കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യും. അതുകൊണ്ട് ആ വീട്ടിലേക്ക് കോഴിമുട്ട എന്ന സാധനം കൊണ്ടുവരാറില്ല. മറിച്ച് നമ്മുടെ പ്രിയയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് മുട്ട അല്ലെങ്കിൽ ഓംലെറ്റ്. അങ്ങനെ ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവിടെ സ്കൂൾ ബസ് എടുത്തു. അവര് ബസ്സിന്റെ വഴിക്ക് പോയി, സ്കൂളിലേക്ക് പോയി. സുനിലിന് പോകാനുള്ള ബസ് വന്നപ്പോൾ സുനിലും സുനിലിൻ്റെതായ യാത്ര തുടർന്നു. പിറ്റേ ദിവസം ഇതേ നേരത്ത് പ്രിയ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ എത്തി. ഇവര് സാധാരണ പോലെ എന്നും കാണുന്ന ആളുകളെല്ലാം തന്നെ അവിടെ ഉണ്ട്. അപ്പോഴാണ് സുനിൽ പോകുന്ന നേരത്ത് ഒരു പൊതി കൊണ്ടുവന്നിട്ട് ഇവൾക്ക് കൊടുത്തു, പ്രിയയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, സ്കൂളിൽ എത്തിയിട്ട് തുറന്നു നോക്കിയാൽ മതി. പ്രിയ ചോദിച്ചു, എന്താ സംഭവം? ഇല്ല, ഇത് ഇവിടുന്ന് തുറക്കരുത്, സ്കൂളിൽ പോയിട്ട് തുറന്നു നോക്കാം. അങ്ങനെ സ്കൂളിലെത്തി തുറന്നു നോക്കി. വളരെ ഇതായിട്ട് ആകാംക്ഷയോടുകൂടി തുറന്നു നോക്കിയ സമയത്ത് അതിനകത്തുണ്ടായിരുന്നത് പ്രിയ ഒരുപാട് ഈ ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട പ്രിയയുടെ ഇഷ്ടഭക്ഷണമായ ഓംലെറ്റ് ആയിരുന്നു. അതായത് നമ്മുടെ സുനിലിന്റെ വക ഒരു ഗിഫ്റ്റ്. സ്ഥിരം കാണുന്ന ആ ഒരു കുഞ്ഞു കുഞ്ഞു സംസാരങ്ങളൊക്കെ നടത്തുന്ന പ്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എളിയ സമ്മാനമായിരുന്നു അതിലുണ്ടായിരുന്നത്. പ്രിയ വളരെയധികം സന്തോഷവതിയായി. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും കാണുള്ളൂ. പിറ്റേ ദിവസം കാണുന്ന സമയത്ത് ഇതേപോലെ ആ ഒരു സന്തോഷം, ആ ഒരു ഗിഫ്റ്റ് കൊടന്നു കൊടുത്ത ആ ഒരു ഓംലെറ്റ് കൊടന്നു കൊടുത്തതിനോടുള്ള സന്തോഷം വളരെ സന്തോഷമായിട്ട് പ്രിയ നമ്മുടെ ഇവരുടെ അടുത്ത് പറഞ്ഞ് സുനിലിനോട് പറഞ്ഞ് ആ ഒരു താങ്ക്സ് പറഞ്ഞു. പിറ്റേ ദിവസം നോക്കുമ്പോൾ അന്നുമുണ്ട് സുനിലിന്റെ കയ്യിൽ ഒരു ഓംലെറ്റിന്റെ പൊതി. അങ്ങനെ ഈ ഓംലെറ്റ് കൊണ്ടുവരുന്നതും പ്രിയയും തമ്മിലുള്ള ആ ഒരു സംഭാഷണവും ആ ഒരു അടുപ്പവും അങ്ങനെ പതുക്കെ പതുക്കെ വളർന്നു. സുനിൽ എന്നും ഓംലെറ്റ് കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ അവര് പതുക്കെ ഫോൺ നമ്പർ വാങ്ങുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനും ചാറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങി. ആ ഒരു പരിചയം അങ്ങനെ പൂത്ത് തളിർത്ത് വളർന്നു വലുതായി. അങ്ങനെ ഒരു ദിവസം സുനിൽ പ്രിയയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നോട് പ്രേമമാണ്. നിന്നോട് എനിക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ തോന്നാതിരുന്ന, വേറൊരു പെൺകുട്ടിയോടും തോന്നാതിരുന്ന ആ ഒരു ദിവ്യമായ വികാരം നിന്നോട് തോന്നുന്നുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും പ്രിയയും തിരിച്ചു മറുപടി പറഞ്ഞില്ലെങ്കിലും പിറ്റേ ദിവസം വീട്ടിലെത്തി പ്രിയയും തിരിച്ചു മറുപടി പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അങ്ങനെ ആ ഇഷ്ടം അവർ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞു.
പ്രിയയും ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് രണ്ടുപേരും അങ്ങനെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടും, പ്രിയയുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കും, എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കും. എവിടെ എത്തി, എന്താണ് കാര്യങ്ങൾ, എന്ന് സ്കൂളിൽ വന്നു കഴിഞ്ഞു സ്കൂളിലത്തെ കാര്യങ്ങൾ ചോദിക്കുന്നു, എല്ലാം വിളിക്കാനും ഒക്കെ പ്രിയയുടെ ജീവിതത്തിൽ ഒരു വ്യക്തി കടന്നു വരികയാണ്. പക്ഷെ ഈ വ്യക്തി ഇതേപോലെ കടന്നു വന്നപ്പോ പ്രിയയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ അമ്മ ഈ ഓംലെറ്റിന്റെ കാര്യം പറഞ്ഞ് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് പ്രിയയോട് പറഞ്ഞു, അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്താൽ എന്താ എന്ന് ചോദിച്ചു. എന്നാൽ അതേ സ്ഥാനത്ത് പ്രിയയുടെ ജ്യേഷ്ഠന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഇഡ്ഡലി. അമ്മ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ ആഴ്ചയിലെ 3 ദിവസങ്ങളിൽ മിനിമം 3 ദിവസങ്ങളിൽ ഇഡ്ഡലി ആയിരിക്കും ആ വീട്ടിൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രിയയും അമ്മയും തമ്മിൽ പതുക്കെ പതുക്കെ മാറി. ഒരുമിച്ച് ഒരേ റൂമിൽ കിടന്നുറങ്ങിയിരുന്ന അമ്മയും മോളും ഇപ്പോ അവൾ വാശി പിടിച്ച് വേറൊരു വീട്ടിലേക്ക് മാറി. ആ സംസാരങ്ങളെല്ലാം മുന്നോട്ട് പോയി. ആ സംസാരം മുന്നോട്ട് പോകുമ്പോൾ അന്നത്തെ ആ ഫോൺ വിളിയിലും ഒക്കെ ഇതേപോലെ ഒരു മെസ്സേജ്, സുനിൽ പറഞ്ഞൊരു മെസ്സേജ്, എനിക്ക് കാർമേഘം മറയ്ക്കാത്ത വെണ്ണിലാവ് പോലുള്ള രൂപത്തിലുള്ള നിന്റെ ഫോട്ടോ വേണം. പ്രിയക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ. പ്രിയ ചോദിച്ചു, എന്താ സംഭവം? കാർമേഘം മറയ്ക്കാത്ത വെണ്ണിലാവ് പോലെ ഉള്ള നിന്റെ ഫോട്ടോ. അപ്പോഴും വ്യക്തമാക്കി പറഞ്ഞപ്പോഴും പ്രിയക്ക് കാര്യം മനസ്സിലായില്ല. പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് പ്രിയയുടെ നഗ്ന ഫോട്ടോയ്ക്ക് ആയിട്ടാണ് സുനിൽ ചോദിക്കുന്നത്. സുനിലിന്റെ ഗത്യന്തരമില്ലാത്ത ആ ഒരു വാശിക്ക് മുന്നിൽ അവൾക്ക് വഴങ്ങേണ്ടി വന്നു. കാമുകന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഏതറ്റം വരെയും പോകാൻ പ്രിയ തയ്യാറായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ. കാരണം അത്തരത്തിൽ പ്രേമത്തിന്റെ ആ മതിമറന്ന അവസ്ഥയിലായിരുന്നു പ്രിയ ഉണ്ടായിരുന്നത്. അവസാനം ആ ഇംഗിതത്തിന് വഴങ്ങി ആ ഫോട്ടോ അയച്ചു കൊടുത്തു. ചാറ്റും ഫോൺ വിളിയും വീഡിയോ കോളിന് വഴിമാറി. രാത്രിയിൽ വീട്ടുകാരറിയാതെ ജനലിന് പുറത്തു വന്ന് സംസാരിക്കാൻ തുടങ്ങി. അകത്ത് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ പ്രിയ പറഞ്ഞു, വേണ്ട, എനിക്ക് പേടിയാണ്. അങ്ങനെ ആ ബന്ധം എന്നും വീട്ടിന് പുറത്തു വന്ന് കാണുന്ന ഒരു ലെവലിലേക്ക് മാറി. വീട്ടുകാരോടുള്ള സംസാരം കുറഞ്ഞു, പഠിത്തത്തിലുള്ള ഉത്സാഹം കുറഞ്ഞു. റൂം അടച്ചിരുന്ന് പ്രിയപ്പെട്ടവനായിട്ടും പ്രേമിക്കുന്ന തന്റെ കാമുകന്റെ കൂടെ ഇരിക്കാനും തുടങ്ങി, സമയം ചെലവഴിക്കാൻ തുടങ്ങി. ആ സമയത്താണ് സ്കൂൾ കലോത്സവം വന്നത്. തീർച്ചയായും നല്ല നല്ല നർത്തകിയായ പ്രിയയുടെ പേർ സ്കൂൾ അധ്യാപകർ മുൻകൂട്ടി തന്നെ പ്രിയയുടെ അനുമതിയില്ലാതെ യൂത്ത് ഫെസ്റ്റിവലിന്, യുവജനോത്സവത്തിന് വേണ്ടി ചേർത്തിരുന്നു. ഇതറിഞ്ഞ അന്നത്തെ ക്ലാസ്സിൽ ചെന്ന ക്ലാസ് ടീച്ചർ ഈ വിവരം അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രിയ ഈ കാര്യം സുനിലിനെ അറിയിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് ഓടിയെത്തിയത്. ഈ സന്തോഷ വാർത്ത അറിയിച്ച ഉടനെ പ്രിയയ്ക്ക് കിട്ടിയ മറുപടി അവളെ ഞെട്ടിച്ചു കളഞ്ഞു. തൻ്റെ അടുത്ത് അനുമതി വാങ്ങാതെ ഡാൻസിന് പേര് കൊടുക്കാൻ നിന്നോട് ആരായിരുന്നു പറഞ്ഞത് എന്ന് പറഞ്ഞ് ശക്തമായിട്ടുള്ള ദേഷ്യവും പൊട്ടിത്തെറിയുമായിരുന്നു സുനിലിന്റെ അടുത്ത് നിന്ന് പ്രിയയ്ക്ക് ലഭിച്ചത്. നൃത്തം ഒരു തപസ് പോലെ കൊണ്ടു നടന്നിരുന്ന പ്രിയയ്ക്ക് അത് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി. ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കെഞ്ചി കെഞ്ചി കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു. അവസാനം സുനിൽ തന്നെ പോവാനുള്ള അവസരത്തിന് ഉള്ള പോവഴി പറഞ്ഞു കൊടുത്തു. പ്രിയ പൂർണ്ണമായും സുനിലിന് വഴങ്ങി കൊടുക്കണം, അല്ലെങ്കിൽ ഡാൻസിന് പോകാൻ സമ്മതിക്കില്ല. മറ്റു മാർഗങ്ങളില്ലാതെ പ്രിയ സുനിലിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. ചുംബനങ്ങളുടെ ഉപ്പും മധുരവത്തിലും മാത്രം നിന്നിരുന്ന ആ ഒരു ബന്ധം രണ്ട് ശരീരങ്ങളുടെ പ്രണയാനന്ദത്തിന്റെ അവസാന വാക്കുകളിലേക്ക് വഴിമാറി. കാമം, അത്യുന്നതമായ മനുഷ്യവികാരം, അതിന്റെ സൗന്ദര്യ അനുഭൂതിയാണ് രതി എന്ന മഹാവിസ്മയം. ആദ്യമായി ത്രസിപ്പിക്കുന്ന ആലസ്യങ്ങൾ തിരിച്ചറിഞ്ഞ പ്രിയയും അവന്റെ നിർബന്ധത്തിന് വഴങ്ങി കൂടെ കൂടെ അവനോട് ചേരുന്ന പൂർണ്ണതയിൽ ആനന്ദം കണ്ടെത്തി തുടങ്ങി. കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് പ്രിയ അറിയുന്നത് തന്റെയും സുനിലിന്റെയും പ്രണയം തന്റെ ശരീരത്തിൽ ഒരു ജീവനായി, പുതിയൊരു ജീവന്റെ നാമ്പായി ഉൾക്കൊണ്ട് വളർന്നു തുടങ്ങിയിട്ടുണ്ടെന്ന്. ഈ സന്തോഷ വാർത്തയാണോ ദുഃഖ വാർത്തയാണോ എന്ന് തിരിച്ചറിയില്ലെങ്കിലും ഈ കാര്യം പറയാൻ വേണ്ടി ഈ കാര്യം സുനിലിനെ അറിയിച്ചപ്പോൾ ആ 17 വയസ്സുകാരി പൊട്ടി തകർപ്പണമായി പോയി. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് പിരിയാം, ഞാൻ ഇതൊരു നേരം പോക്കായിട്ടാണ് കണ്ടിരുന്നത് എന്നുള്ള ഒരു മറുപടിയാണ് അവൾ അത്രയും നാൾ ജീവനായിട്ട് കൊണ്ട് നടന്നിരുന്ന അവളുടെ പ്രിയപ്പെട്ടവനാണ് എന്ന് കരുതിയിരുന്ന സുനിലിന്റെ അടുത്തുനിന്ന് പ്രിയയ്ക്ക് ലഭിച്ചത്. വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഒറ്റപ്പെട്ട അവൾക്ക് മുന്നിൽ
ഒരു മറുപടിക്കോ ഒരു പോംവഴിക്കോ ഒരു സഹായത്തിനോ ആരും തന്നെ ഇല്ലായിരുന്നു. എല്ലാ രീതിയിലും അവൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അവളുടെ മുന്നിൽ ആകെ ഉണ്ടായിരുന്നത് ആത്മഹത്യ എന്ന ഒരു പോംവഴി മാത്രമായിരുന്നു. അങ്ങനെ അതും സംഭവിച്ചു. പ്രിയയുടെ കൂടെ 2 ജീവനുകൾ പൊലിഞ്ഞു പോയി. ഈ സംഭവ കഥയിലെ ഈ സംഭവ കഥ കഥാപാത്രങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിലും എൻ്റെ അനുഭവത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഈ സംഭവത്തിനെ നമുക്ക് ശാസ്ത്രീയമായിട്ടൊന്ന് പരിശോധിക്കാം. ഒരു പ്രണയബന്ധത്തിന് 5 ഘട്ടങ്ങളാണുള്ളത്. ഓരോ ഘട്ടത്തെയും പറ്റി പറയുകയാണെങ്കിൽ, അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ അതെല്ലാം മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്തരം അപകടങ്ങൾ നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ വരാതിരിക്കാൻ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ആ 5 സ്റ്റേജസ് എന്ന് പറയുക? ഫസ്റ്റ് സ്റ്റേജ് ഈസ് റൊമാൻസ് സ്റ്റേജ്. രണ്ടാമത്തത് ദ പവർ സ്ട്രഗിൾ സ്റ്റേജ്. 3 ദ സ്റ്റെബിലിറ്റി സ്റ്റേജ്. 4th ദ കമ്മിറ്റ്മെന്റ് സ്റ്റേജ്. 5th ദ കോ ക്രിയേഷൻ സ്റ്റേജ്. അതായത് പരമാനന്ദ ഘട്ടം, അവസാന സ്റ്റേജ്. നമ്മൾ ഒരാളുമായി പ്രണയത്തിലാകുമ്പോഴാണ് റൊമാൻസ് സ്റ്റേജ് തുടങ്ങുന്നത്. ഇത് ഒരു പ്രണയം തുടങ്ങി 6 മാസത്തിനും 2 വർഷത്തിനും ഇടയിൽ ആരംഭിച്ച അതേ ആരംഭശൂരത്വത്തോടു കൂടി തന്നെ അവസാനിക്കുന്ന ഒരു ഘട്ടമാണ്. പ്രണയഘട്ടത്തിൽ പ്രണയത്തിന്റെ ഏറ്റവും പക്വതയില്ലാത്ത രൂപത്തിനെ നാം ഈ സമയത്ത് അനുഭവിക്കുന്നു. റൊമാൻസ് സ്റ്റേജിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് പരിണാമത്തിന്റെ കണ്ണിലൂടെ ആ പ്രണയത്തെ നോക്കിക്കാണുക എന്നുള്ളത്. മനുഷ്യനായ നമ്മളെ പുനരുൽപാദിപ്പിക്കാനും മനുഷ്യവംശത്തെ നിലനിർത്താനും പ്രകൃതിക്ക് ഒരു മാർഗം ആവശ്യമാണ്. അങ്ങനെ പ്രകൃതി പൊരുത്തപ്പെട്ടു പ്രണയം എന്നൊരു വികാരം ജനിച്ചു. സത്യത്തിൽ പ്രണയത്തിലായിരിക്കുന്നതും മയക്കുമരുന്നിന് അടിമയാകുന്നതും തമ്മിൽ ഒരേ ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. പ്രണയത്തിലാകുക എന്നത് നിയമപരമായി അനുവദനീയമാണ് എന്ന് മാത്രമാണുള്ളത്. ഈ പ്രണയം, റിലേഷൻഷിപ്പ്, ഇതിൽ ഉണ്ടാകുന്ന ഒരു അപകടങ്ങളെയും അപായങ്ങളെയും തിരിച്ചറിയാനുള്ള ഒരു മാർഗത്തെ ശാസ്ത്രീയമായിട്ട് റെഡ് ഫ്ലാഗ്സ് എന്ന രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. അതെ, ഇന്നത്തെ ദിവസത്തിന്റെയും ഈ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ലവ് ഹാർട്ടിന്റെയും ആ കളർ പോലെ തന്നെയാണ് ഇതിന്റെ അപകടങ്ങൾ തിരിച്ചറിയാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ആ ഒരു കളറിനും അത് ഉള്ളത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അപായ മുന്നറിയിപ്പ് തരുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. ഏകദേശം 35ഓളം റെഡ് ഫ്ലാഗ് ഉണ്ട് ഒരു റിലേഷൻഷിപ്പിൽ എന്നാണ് പറയപ്പെടുന്നത് ശാസ്ത്രീയമായിട്ട്. പറഞ്ഞു ശരിയാക്കാൻ പറ്റാത്തതോ തീരെ സഹിക്കാൻ പറ്റാത്തതോ ആയ 3ഓ അതിലധികമോ റെഡ് ഫ്ലാഗ്സ് ഉള്ള റിലേഷനുകളാണ് നമ്മൾ ഉള്ളത് എങ്കിൽ ആ ബന്ധം തുടരാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാ റെഡ് ഫ്ലാഗ്സുകളെയും കുറിച്ച് നമുക്കിപ്പോൾ സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഈ സംഭവ കഥയിലെ ചില റെഡ് ഫ്ലാഗ്സുകൾ നമുക്ക് നോക്കാം. 1, നിങ്ങളാണ് അവരുടെ ആദ്യ പ്രണയം എന്ന് പറയും. നിങ്ങളാണ് അവരുടെ ആദ്യത്തെ പ്രണയമെന്ന് അവർ എല്ലാ രീതിയിലും അവരുടെ കഴിവ് ഉപയോഗിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തും, നമ്മളെ കൂടെ ധരിപ്പിച്ചുകൊണ്ടിരിക്കും. അവരുടെ കഴിഞ്ഞ ജന്മത്തിലെ പങ്കാളി നമ്മളായിരുന്നു എന്ന് ഉള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരെ നമ്മളിലേക്ക് അവർ പതുക്കെ നിറയ്ക്കുന്നു. നമ്മൾ അതിൽ അനുഭൂതി കണ്ടെത്തി അത് ശരിയാണെന്ന് കരുതി നിൽക്കുന്നു. അടുത്തതാണ് പെരുമാറ്റ നിയന്ത്രണം അല്ലെങ്കിൽ കൺട്രോൾ ബിഹേവിയർ. നിങ്ങൾ എന്ത് ധരിക്കണം, ആരോട് സംസാരിക്കണം, എങ്ങനെ സമയം കണ്ടെത്തണം, എങ്ങനെ സമയം ചെലവഴിക്കണം, എപ്പോൾ എങ്ങനെ കഴിക്കണം എന്ന് വരെ അവർ പറയുന്നു. അവർ പറയുന്നത് പോലെ ചെയ്യണം. അങ്ങനെ അതിനെ ആദ്യഘട്ടത്തിൽ നമ്മൾ സ്നേഹമായിട്ടും കെയറിങ് ആയിട്ടും ഒക്കെ കാണും. പിന്നീട് പതുക്കെ നമ്മൾ മൊത്തമായി അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു പാവയെ പോലെ ആകും. ഓക്കെ, ഇതാണ് രണ്ടാമത്തത്. 3ാമത്തെ ഒരു റെഡ് ഫ്ലാഗ് ആണ് ഒറ്റപ്പെടുത്തൽ, ഐസൊലേഷൻ. നമ്മളെ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും നമ്മുടെ ബന്ധുക്കളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നും നമ്മൾ അറിയാതെ അവരെ ഉൾവലിയിപ്പിക്കുകയും അവർ എന്ന വ്യക്തിയുടെ ഒരു ഡിപ്പെൻഡൻസിയിൽ മാത്രം നമ്മളെ ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഇവിടെ ഈ ഒരു സ്റ്റേജിൽ രണ്ടാമത് തുടങ്ങിയത് ഈ ഒരു സംഭവമാണ്. അമ്മയിൽ നിന്ന് മാറ്റിക്കിടത്തി ഒരുമിച്ച് കിടന്നുറങ്ങിയിരുന്ന ആ വീട്ടിൽ നിന്ന് മാറ്റിക്കിടത്തി കൂട്ടുകാരിൽ നിന്ന് അകറ്റി ഇതൊക്കെ ചെയ്തു. അടുത്തതാണ് അവരെ വിശ്വാസമില്ല, ലാക്ക് ഓഫ് ട്രസ്റ്റ് എന്ന് പറയും. അവർക്ക് നമ്മളെ വിശ്വാസമില്ല, നമുക്ക് അവരെ വിശ്വാസമില്ല എന്ന് അവരുടെ പ്രവൃത്തികളിലൂടെയും നമ്മളുടെ വാക്കുകളിലൂടെയും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തും. ഈ ഭീഷണിയിൽ വഴങ്ങി നമ്മൾ ആ സാഹചര്യത്തിന് അടിമപ്പെട്ടു പോയി നമ്മളും വിചാരിക്കും ശരിയാണല്ലോ, അവരെ നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണോ നമ്മൾ അങ്ങനെ അവരുടെ അടുത്ത് പെരുമാറുന്നത് എന്ന് പറഞ്ഞ് നമ്മളും പതുക്കെ അവർ എന്ത് പറയുന്നതും വിശ്വസിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അവർ നമ്മളെ കൊണ്ടെത്തിക്കും.
ഇത് വേറെ ഒന്നിനുമല്ല, നമ്മൾ അറിയാതെ നമ്മളെ കൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി, അവരുടെ ഇംഗിതങ്ങൾ നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു സാധനമാണ് ഈ വിശ്വാസമില്ലായ്മ എന്ന് പറഞ്ഞ് നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ഈ ഒരു പ്രക്രിയ. അടുത്തത് ബഹുമാനമില്ലായ്മ. നമ്മളെയോ നമ്മുടെ മൂല്യങ്ങളെയോ നമ്മുടെ വാക്കുകളെയോ നമ്മുടെ പ്രവൃത്തികളെയോ വേണ്ട വാല്യൂ തരാതിരിക്കുക, നമുക്ക് വേണ്ട ബഹുമാനം തരാതിരിക്കുക. ഇത് ഈ ബഹുമാനമില്ലാത്ത, റെസ്പെക്ട് ഇല്ലാത്തതിന്റെ ലക്ഷണങ്ങളാണ്. നമ്മുടെ വീട്ടുകാരിൽ നിന്നും നമ്മളെ അകറ്റുക, നമ്മുടെ വീട്ടുകാർക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല, നമ്മുടെ കൂട്ടുകാർക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല. ഇത് ബഹുമാനമില്ലായ്മ എന്ന അടുത്ത റെഡ് ഫ്ലാഗിന്റെ ലക്ഷണമാണ്. അടുത്തതാണ് സംസാരക്കുറവ്. തുടക്കത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സ്റ്റേജ് 1 ഉണ്ടായിരുന്ന റൊമാൻസ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സംസാരം പതുക്കെ 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 ഇല്ലാതാവുകയും, ഏതൊരു ബന്ധത്തെയും നിലനിർത്തുന്നത് സംസാരമാണ്, കമ്മ്യൂണിക്കേഷനാണ്. പക്ഷെ സംസാരക്കുറവ് ഒരു 6 മാസത്തിന് കാലത്തിന് ശേഷം അല്ലെങ്കിൽ 2 വർഷത്തിനോ ഉള്ളിൽ സംസാരക്കുറവ് റിലേഷനിൽ ഉണ്ടാവുകയാണെങ്കിൽ അതും ആ റിലേഷൻ ഒരു അപകടത്തിലേക്ക് പോവുകയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു മുന്നറിയിപ്പാണ്. ആർക്കും ആരെയും സ്നേഹിക്കാൻ പറ്റും, അവരെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാം. പക്ഷെ മറ്റൊരാളാൽ ആത്മാർത്ഥമായി കളങ്കമില്ലാതെ നമ്മൾ സ്നേഹിക്കപ്പെടണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും കളങ്കമില്ലാത്തതും കണക്കില്ലാത്തതുമായ സ്നേഹം ലഭിക്കട്ടെ. ഇത്തരം കരാള അസ്തങ്ങളിൽ കുടുങ്ങി പോകരുത് എന്ന് ആശംസിച്ചുകൊണ്ട് ജയ് JCI, ബി ബെറ്റർ, എൻജോയ് ദ ജോയ് ഓഫ് JCI നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സുഭാഷ് സാർ ഫോർ യുവർ നൈസ് ടോക്ക്. വളരെ ഗംഭീരമായി രാവിലെ തന്നെ നല്ലൊരു സന്ദേശം നൽകിയ സുഭാഷ് സാർ. ഏതൊക്കെ റിലേഷൻഷിപ്പ് ആണ്, അതിലെ റെഡ് ഫ്ലാഗ്സ് ഏതൊക്കെയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ്, ഇത് എന്താ പറയാ ആരോഗ്യകരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ച സുഭാഷ് സാറിന് ഹൃദയത്തിൽ നിന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഓപ്പൺ ഫോറം ആൻഡ് ഫീഡ്ബാക്സ്. ദ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോറം ആൻഡ് ഫീഡ്ബാക്ക്. ഹലോ, ഞാൻ റൂബിയ ഫ്രം JCI ഗോൾഡൻ വാലി, കാസർഗോഡ്. നല്ല ഇന്നത്തെ ദിവസത്തിന് യോജിച്ച ഒരു, ഞാന് ഇതിൽ കയറുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമായിരുന്നു, ചിലപ്പോ അതായിരിക്കും ഇന്നത്തെ സബ്ജക്റ്റ് എന്ന്. നന്നായി അവതരിപ്പിച്ചു. പിന്നെ സാറ് പറഞ്ഞതോടുകൂടി ഞാൻ ഒന്നും കൂടി കൂട്ടിച്ചേർക്കാണ്. ഇവര് എന്താ പറയാ, ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മളുടെ ഇഷ്ടങ്ങൾ എന്തെല്ലാമാണെന്ന് അവരാദ്യം മനസ്സിലാക്കും. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. എന്നിട്ട് അവരുടെ ഇഷ്ടങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഒന്നാണെന്ന് പറഞ്ഞ് നമ്മുടെ എന്താ പറയാ ആ ഒരു കണക്ഷൻ, അതായത് അപ്പം നമ്മൾ തമ്മിൽ നല്ലൊരു പിന്നെ ഒരു കണക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടങ്ങളിൽ കയറി പിടിച്ചിട്ടാണ് അവര് എന്താ പറയാ നമ്മളോട് പ്രണയാഭ്യർത്ഥന പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും അവര് എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി. ഞാന് എന്താ പറയാ ഇത് മനസ്സിലാക്കിയ കാര്യം പറഞ്ഞതാണ് കേട്ടോ. ഞാന് അങ്ങനെയാണ് മിക്ക പ്രണയങ്ങളും ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് അവര് ഇന്നതല്ലേ, അതല്ലേ ഇഷ്ടം, ഇതല്ലേ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നമ്മളെ അവരോട് കൂട്ടി എന്താ പറയാ ചേർക്കാനാണ് അവർ ശ്രമിക്കുന്നത് ആദ്യം തന്നെ. അപ്പൊ ഏതായാലും സാറിന്റെ ക്ലാസ് നല്ല ഒരു ക്ലാസ് ആയിരുന്നു. പിന്നെ എന്താ പറയാ എല്ലാവർക്കും, അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഇപ്പൊ സ്കൂളുകളിലൊക്കെ കാണുന്ന, ഇന്നിപ്പോ സ്കൂളിലേക്കൊന്നും ചെല്ലാൻ പറ്റില്ല, അത്രയും എന്താ പറയാ ഓരോരോ കാര്യങ്ങള്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷമൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ് വാലന്റൈൻസ് ഡേക്ക്. അപ്പോ നല്ലൊരു മെസ്സേജ് തന്നതിന് താങ്ക്സ്. താങ്ക് യു. ഹലോ സുഭാഷ് ഏട്ടാ, ഗുഡ് മോർണിംഗ്. പറയൂ. എന്താ പറയാ, ആ കഥ പറച്ചിലേ, കഥയല്ലെങ്കിൽ സംഭവ കഥ, അതെന്താ പറയാ, നമ്മൾ എഴുന്നേറ്റ് പോകാൻ പറ്റാതെ ഇരുന്ന് കേട്ടുപോകും അതിന്റെ അവസാനം കേൾക്കാൻ വേണ്ടിയും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. സൂപ്പർ ആയിട്ടുള്ള അടിപൊളി ഒരു മെസ്സേജ്. കുട്ടികൾക്കും പേരൻസിനും ഒരുപോലെ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് അവതരിപ്പിച്ചത്. നല്ലൊരു മെസ്സേജ് ആയിരുന്നു. കുറച്ചും കൂടെ നമ്മൾ ചിന്തിക്കാനുള്ള കാര്യങ്ങള്
ഓക്കെ, താങ്ക് യു. നല്ലൊരു മെസ്സേജ് രാവിലെ തന്നെ, അല്ലെ നല്ലൊരു സെഷൻ രാവിലെ തന്നെ തന്നതിന് സുഭാഷ് ചേട്ടാ. ഓക്കെ, താങ്ക് യു. സുഭാഷ് സാർ, പറയൂ സാർ. ശ്രീജിത്താണ് അവനൂർ. പറയൂ ശ്രീതേട്ടാ. ഏതായാലും അടിപൊളി സെഷൻ ആയിട്ടുണ്ട്. ശരിക്കും ഒരു റിയൽ ലൈഫിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ താങ്കളുടെ ഇന്നത്തെ പ്രണയദിനത്തിന്റെ ആ ഒരു സിമ്പൽ എന്താണെന്ന് നമുക്കറിയാം, റെഡ് ആണ്. ആ ഒരു റെഡ് ടീഷർട്ട് ഇട്ട് വന്നതിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ഫെബ്രുവരി 14 നമ്മൾ മതിമറന്ന് ആഘോഷിച്ചു കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നത് നവംബർ 14 ശിശുദിനത്തിലാവും എന്നുള്ള ഒരു മെസ്സേജാണ് സാർ അവസാനമായി പറഞ്ഞത്. തീർച്ചയായിട്ടും ആ ഒരു ശിശുദിനത്തിൽ ആവാതിരിക്കട്ടെ എന്നുള്ള മെസ്സേജ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ മനോഹരമായി അവതരിപ്പിച്ചു. താങ്ക് യു. ആൻഡ് വൺസ് അഗൈൻ ഐ ലവ് യു ടു ഓൾ. ഐ ലവ് യു. ഗുഡ് മോർണിംഗ് സർ. പറയൂ. ഐ ലവ് യു. നന്നായിരുന്നു സുഭാഷ് ചേട്ടാ, നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ഈ ദിവസത്തിന് പിന്നെ പറ്റിയ ഒരു ക്ലാസ്. നമ്മൾ കുറച്ചും കൂടി നമ്മളെ മക്കളെ എങ്ങനെ ശ്രദ്ധിക്കണമെന്നും നമ്മളെങ്ങനെ ശ്രദ്ധിക്കണമെന്നും നമുക്ക് പിന്നെ ഈ റെഡ്, ഈ ഹാർട്ടിന്റെ റെഡ് മാത്രമല്ല, ഒരു അപകട റെഡും കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നതിന് താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് സർ. ആമിനക്കുട്ടി, ബാലുശ്ശേരിന്ന്. പറയൂ മാം. ഈ പ്രണയം എന്ന് പറയുന്നതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വികാരം. തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോയിഡ് സ്പേസുകൾ, നമ്മുടെ തലച്ചോറിനകത്ത് സൃഷ്ടിക്കുന്ന ശൂന്യമായ ഇടങ്ങളിലേക്ക് ആരെങ്കിലും പുറത്തു നിന്ന് ഐ ലവ് യു എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും മനോഹരമായിട്ടും എന്നോട് ഇതുവരെ ആരും പറഞ്ഞില്ല എന്നും കുട്ടികൾക്ക് തോന്നുന്നത്. അപ്പൊ പ്രത്യേകിച്ച് പെൺകുട്ടികളെ പറ്റി പറയുമ്പോൾ നന്നായിട്ട് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പിതാവും സഹോദരനും ഉണ്ടെങ്കിൽ അവൾ മറ്റൊരാളുടെ സ്നേഹം തേടി പോകില്ല എന്നാണ്. അപ്പം ഈ ശൂന്യത സൃഷ്ടിക്കുന്നതാണ് കുട്ടികളെ പലപ്പോഴും പലതരത്തിലുള്ള തെറ്റുകളിലേക്കും എത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു റെസ്പോൺസിബിൾ ആയിട്ട് ഞാൻ എന്ന ജീവിതത്തോടുള്ള ഒരു സ്നേഹം തോന്നാതിരിക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പോകുന്നതും അതിലൂടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം പോലും ഇല്ലാതായി പോവുകയും ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാല് സൗഹൃദങ്ങളിലേക്ക് പ്രണയം കൂടുതൽ വ്യാപിക്കട്ടെ. മനോഹരമായ സൗഹൃദങ്ങളിലൂടെ കൂടുതൽ സുന്ദരമായ ലോകം തീർക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇന്നത്തെ ദിനത്തിൽ ഈ ഒരു സബ്ജക്റ്റുമായി വന്ന സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. Okay. Next. Anybody else? ഹലോ സർ, എല്ലാവർക്കും പ്രണയദിന ആശംസകൾ. അപ്പം ഈ ഒരു സെഷൻ ഈ ഇമ്മച്ചുറായ പ്രണയത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ കണ്ണ് തുറപ്പിക്കുന്നത് തന്നെയാണ്. ശരിക്കും നറേഷൻ ഗ്രേറ്റ് ആണ് സർ. അതോടൊപ്പം പറയാനുള്ളത്, നമ്മള് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമ്മളെ ഭാവി നശിച്ചു പോകുന്ന രീതിയിലുള്ള പ്രണയത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വരെ സാർ പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് നമ്മളെ ആ പ്രണയം നിലനിർത്തേണ്ടതാണോ അല്ലെ വിട്ടിട്ട് പോകേണ്ടതാണോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അതൊരു ടോർച്ച് ലൈറ്റ് തന്നെയാണ്. താങ്ക് യു സർ. വെൽക്കം മാഡം. വെൽക്കം. ഓക്കെ, താങ്ക് യു. ഇനി ആരുമില്ലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ ഒരു ദിവസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ലൊരു സെഷൻ ഇവിടെ അവതരിപ്പിച്ച നമ്മുടെ സുഭാഷ് സാറിന് ചെയർമാന്റെ തലത്തിൽ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നന്ദികളും രേഖപ്പെടുത്തുകയാണ്. ഒഫീഷ്യലായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടിയിട്ട് രജനി മാഡത്തെ ക്ഷണിക്കുന്നു. രജനി മാഡം. ഓക്കെ, താങ്ക് യു ചെയർമാൻ. നമ്മുടെ 76ാമത്തെ മോർണിംഗ് സെഷന് ഇന്ന് ചെയർ ചെയ്ത നമ്മുടെ സോൺ ഡയറക്ടർ ഹിഷാം സാറിന് JC 28ന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ സെഷൻ അതിമനോഹരമായിട്ട് നമ്മളടുത്ത്, കാരണം മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ ചെയർമാനായിട്ടും ഇന്ന് നമ്മുടെ ട്രെയിനറുമായി എത്തിയ സുഭാഷ് സാറിനുള്ള ഹൃദയംഗമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ സോൺ ഇന്ന് വാലൻസ് ഡേയില് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ ZP മാഡത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ എത്തിച്ചേർന്ന എല്ലാ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സോൺ 28ന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു രജനി മാഡം ഫോർ യുവർ നൈസ്
The meeting in connection with the 7 a.m. morning drive of JC India Zone 28 is hereby adjourned. Thank you all. നാളെ വീണ്ടും കണ്ടുമുട്ടാം.